ഹായ്, ക്രേസി ഫ്രീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 3 മണിക്ക് ഒരു ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാരി ഗിവ് അവേയുടെ ഒരു ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈവ് ഇടാനായിട്ട് ലൈവ് കൊടുക്കുമ്പോൾ അതിൽ വേറെ എന്തോ ചെറിയ ഇഷ്യൂ വരണുണ്ട്. അതിപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആവണല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം തോന്നുന്നു, അറിയില്ല. 2 ദിവസത്തിനുള്ളിലാണ് അവർ തന്ന മെസ്സേജ് അനുസരിച്ചിട്ട് 24 മണിക്കൂർ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 2 ദിവസം പ്രതീക്ഷിക്കണം എന്തായാലും. അപ്പോഴേക്കാണ് അത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡേറ്റ് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഗിവ് അവേയുടെ ആ ഒരു നറുക്കെടുപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ചെയ്യാം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ലൈവ് ഇടണമെന്ന്, പക്ഷേ സാഹചര്യം വളരെ മോശമായ കാരണം കൊണ്ട് മാത്രമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ലൈവായിട്ട് ഇട്ടേനെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ചാനൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ, അതായത് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം 1000 രൂപയിലൊക്കെ ഒതുങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അതിനുള്ളൊരു സാധ്യത തരുന്ന ഒരു ചാനലാണ്. പിന്നെ അതുപോലെ തന്നെ റേറ്റ് കുറവില്ല, നിങ്ങൾക്ക് ഡെയിലി യൂസിന് എടുക്കാവുന്ന രീതിയിലുള്ള ഐറ്റംസ് അത്യാവശ്യം റേറ്റ് കുറവിലും ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് അതിൽ ഇഷ്ടമാവുന്ന ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ സാരി ഇവിടെ വച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. നമ്മുടെ സാരി ഗിവ് അവേക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന സാരി ഇതാണ്. അപ്പോൾ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ സബ്സ്ക്രൈബേഴ്സും നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഫുള്ള് കാണാതിരുന്നുകൊണ്ടാണോ അങ്ങനെ ഒരു അബദ്ധം പറ്റിയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് വന്ന് നമ്മൾ പറഞ്ഞ പോലെ 5 പേർക്ക് ഷെയർ ചെയ്തേക്കുന്ന ആളുകളുടെ ലിസ്റ്റ് നമ്മളിങ്ങനെ ഇട്ടു. അപ്പോൾ 14 പേരാണ് അതിൽ ശരിക്കും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 14 പേരുടെ പേര് നമ്പറായിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്, ഈ ഒരു ബോക്സിൽ ഇട്ടേക്ക്. അപ്പോൾ ഞാനിത് നറുക്കിട്ട് ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുക്കാൻ പോവാണ്. എനിക്കിത് ലൈവായിട്ട് എടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും പേരുകളൊക്കെ എഴുതി ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഒരെണ്ണം എടുക്കുകയാണ്. ലൈവ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ ശരിക്കും ലൈവായിട്ട് ചെയ്തേനെ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ഓക്കെ ആവാത്ത കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുക്കാൻ പോവാൻ കേട്ടോ. നമ്മുടെ ലക്കി ആയിട്ട് വന്ന ആളാരാന്ന് അറിയില്ല, നിങ്ങൾക്കും കാണാവുന്നതാണേ. ഇതാണ് ഞാൻ എടുത്ത നമ്പർ കേട്ടോ. നോക്കട്ടെ, നമുക്ക് ഈ നമ്പർ നോക്കാം, എന്നിട്ട് ആരാണ് ആ ലക്കി പേഴ്സൺ എന്നറിയാം. 2 ആണ് കേട്ടോ. അത് 2 ആണേ. 2 എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണം, നോക്കിയേ, സഫിയ. ഓക്കെ, സഫിയൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ എന്താണെന്ന് അറിയാമോ, ഇതിനകത്ത് നമ്മുടെ മെയിൽ ID ഇടാത്തത് ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായിന്ന് വരില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണേ. ഇപ്പോൾ ഒരുപാട് മിസ്യൂസിങ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പേരായിട്ട് ഇട്ടേക്കണേ. അതാണ് കേട്ടോ. അപ്പോൾ സഫിയയ്ക്കാണ് നമ്മുടെ ഈ സാരി ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കണേ. അപ്പോൾ എല്ലാ ആശംസകളും. അപ്പോൾ തുടർന്നും ഇനി നമ്മുടെ ചുരിദാറിൻ്റെ ഗിവ് അവേ നിൽക്കുന്നത് 10-ാം തീയതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം നോക്കുക. അതുപോലെ ഷെയർ ചെയ്യാനായിട്ട് മടി വിചാരിക്കരുത്. ഇപ്പോഴും ഷെയർ ചെയ്ത് കിട്ടാത്ത ഒത്തിരി പേരുടെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഷെയർ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. മടി വിചാരിക്കണ്ട, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യെങ്കിലും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ചാൻസ് മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗിവ് അവേയുടെ ആ ഒരു നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതണു. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമ്മളത് ഫോളോ ചെയ്യണതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളൊക്കെയാണ് എനിക്കായാലും എനിക്കൊരു ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ഇടാനായിട്ട് മടി വിചാരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയുക. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി നമ്മളുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റോക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഒത്തിരി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കുകളാണ്. ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.